സന്തോഷം. ഇനിയിപ്പോ ഓഡിയൻസ് ആണ് പറയേണ്ടത്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞല്ലോ, പ്രേക്ഷകർ പറയട്ടെ, അവര് കണ്ടിട്ട് അവര് പറയട്ടെ. അതിലൊരു കുറെ നാളത്തെ ഒരു കളക്റ്റീവല്ലേ എല്ലാവരും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് സിനിമ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഓഡിയൻസ് അഭിപ്രായം പറയട്ടെ. ഇത് നമ്മുടെ ആൾക്കാരല്ലേ, ബാക്കി ഷോസ് വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ കറക്റ്റ് അഭിപ്രായം. അത് നോക്കാം. ഓക്കെ, രണ്ടും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ചേട്ടാ, അഭിപ്രായം പറയാൻ വേണ്ടി ഒരുപാട് പേരോട് വരുന്നുണ്ട്. ഞാൻ 2.5 വർഷത്തിന് ശേഷം മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ഷോ കാണാൻ വരുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറേ പേര് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നടനെ മാത്രം കേന്ദ്രീകരിച്ചുണ്ടാവുന്നതല്ല, അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേർ ജീവിക്കുന്നത് ഒരു സിനിമ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയോട് എനിക്കൊരു യോജിപ്പുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങിയ 2 ഹിറ്റ് പടങ്ങളും കണ്ടില്ല. കണങ്കാവൂർ കണ്ടില്ല, എക്കോ കണ്ടില്ല. പക്ഷെ ഞാൻ ഈ സിനിമ കാണാമെന്നതിൻ്റെ ഉദ്ദേശം ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് പറ്റിയതല്ല. പ്രത്യേകിച്ച് കോടതി വിധി വന്ന് ഒരു നടൻ അയാളെ വെറുതെ വിട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു ബഹിഷ്കരണമായിട്ട് ഒരുപാട് പേർ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പാടില്ല. സിനിമ നല്ലതോ മോശമോ എന്നിപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലല്ലോ പ്രാധാന്യം. ഞാനിത് നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് പറയും, ദിലീപേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് അയാളെ നല്ലതെന്ന് പറയും. പുള്ളിയെ താങ്ങി നടക്കാന്ന് പറയും. ഒരു വിഷയത്തിൻ്റെ സത്യം പറയുന്നതും സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ മുമ്പ് ഒരു സിനിമയുടെ അഭിപ്രായങ്ങളും പറയാൻ വന്നിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ശബ്ദം കൂടുതൽ ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയത്. കാര്യം ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ മോശം എന്ന് സിനിമയെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിന് വിലയാണ്. സിനിമയെക്കുറിച്ച് മോശമെന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമല്ല, മറ്റൊരു ആൾക്കാരെ ബാധിക്കുന്നത്. എനിക്കിഷ്ടപ്പെടുന്നതല്ല നിനക്ക് ഇഷ്ടപ്പെടുന്നത്, നിനക്ക് ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മോശം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ഒരു കൂട്ടായ്മ നശിപ്പിക്കുന്നത് ശരിയല്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിനിമ, അതായത് ഒരു സിനിമയുടെ ജോണർ ഞാൻ പറയാം, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ടർ എൻ്റർടൈനാണ്. അതിനകത്ത് ദിലീപേട്ടൻ്റെ നാളിതുവരെ കാണാത്ത സ്വഭാവത്തിലുള്ളൊരു സിനിമയാണ്. ലോജിക്കില്ല എന്ന സിനിമയുടെ അണിയറപ്പുറത്ത് തന്നെ പറയുന്നുണ്ട്. അത്ര ഒരു ലോജിക്കില്ലായ്മയെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വയ്ക്കുന്നത് ഒരു സാധാരണക്കാരന് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ഏത് തലപ്പത്തിരിക്കുന്നവരും എന്തും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു കുഞ്ഞു മെസ്സേജ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രസകരമായ ലാലേട്ടൻ ദിലീപ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോയി കാണാം. എനിക്ക് എല്ലാ സിനിമയോടും മിക്സ് ചെയ്യും. മണിച്ചേട്ടന്റെ പാട്ട് ഏതൊക്കെ സിനിമ എങ്ങോട്ടൊക്കെ പോകുന്നു എനിക്ക് മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയണേ, പൂരപ്പറമ്പായ തിയേറ്റർ ആ ഒരു ചരക്കടിച്ച ഫീലുണ്ട്. അതൊക്കെ ഉണ്ട്, ഒരു ഫീലുണ്ട്. തിയേറ്റർ പൂരപ്പറമ്പല്ല. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടന്റെ കയ്യിലേക്കാണ്. നമ്മൾ പറയുന്നത് ദിലീപേട്ടന്റെ സിനിമ അല്ല കേട്ടോ. ഇതില് ദിലീപേട്ടൻ മാത്രമായിട്ട് എന്റെ സിനിമ, എന്റെ ബോഡി, എന്റെ മുഖം, അങ്ങനെയുള്ള സിനിമ അല്ല. കിട്ടിയവർക്കെല്ലാം തകർത്ത് ധ്യാൻ ശ്രീനിവാസനെയൊക്കെ പടക്കസ്റ്റാറിനെയൊക്കെ പടം ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്തത്. പടക്കസ്റ്റാറൊക്കെ പൊളിച്ചു, രക്ഷയില്ല. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു, മോഹൻലാല്, ദിലീപ്, ഇതില് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച ഗംഭീര പ്രകടനമാണ് എല്ലാവരും. എനിക്ക് പേരെടുത്ത് ഞാൻ ഇനി പറഞ്ഞ് ഓർക്കുമ്പോ കുട്ടിയൊരു സമയമില്ല, എനിക്ക് എന്നെ വട്ടമായി. അതിലേ പറയാം, ലാലേട്ടൻ വന്നൊക്കെ തൂക്കിയെടുത്തോണ്ട് പോവാണ്. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗം കിടന്നിട്ട് നൃത്തം ഇങ്ങനെ കളിക്കും. 100% ഇത് ഒരു കാര്യം വിമർശിച്ചവരെല്ലാം കാണുമ്പോ പണം തൂക്കി എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു പടത്തിലെ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു, പാട്ട് ഇഷ്ടപ്പെട്ടു, സീൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ലോജിക്കില്ല, മാഡ്നസ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. ദിലീപ് കോംബോ പൊളി. കുറെ നാൾക്ക് ശേഷം വന്നെങ്കിൽ നല്ലോണം പെർഫോമൻസ് ഉണ്ട്. ഇതുപോലെ കണ്ടിട്ടില്ല സത്യം. തിയേറ്ററിൽ അഴിഞ്ഞാട്ടം തന്നെ, അഴിഞ്ഞാട്ടത്തിന്റെ അങ്ങേ അപ്പുറം. ജനപ്രിയ നായകൻ തിരിച്ചു വരവാണ്, നമ്മുടെ തൊഴിലൊക്കെ ആയിട്ട് എല്ലാവരും നമ്മളെ രക്ഷിച്ചു. ഇങ്ങനെ നിൽക്കാൻ കാരണം വിജയണ്ണനെ കണ്ട് 3-ാമത്തെ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പിന്നെ പടത്തിന്റെ ക്രൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഡയറക്ടർ, അസോസിയേറ്റ് പ്രശാന്തേട്ടൻ. എന്തായാലും ഉണ്ണിക്കണം 4ാം ക്ലാസ് ഞാൻ പറയുന്ന പോലെ ചോർന്ന് ഒരിക്കലും ഓലപ്പേരിന് താഴെ സങ്കടപ്പെട്ട് ചുമക്ക് കയറി കണ്ണു കലങ്ങാനിരിക്കുന്ന സങ്കടമെല്ലാം ഭക്ഷണം കഴിക്കും. ഉപ്പിലൊക്കെ മാഞ്ഞിരിക്കാൻ മണങ്ങോട് ചേർക്കുക. താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആലോചിക്കേണ്ട വേണം. ഈ 4ാം ക്ലാസ് വരപ്പുറം വരെ എത്തി ഇത്രയും വലിയൊരു ക്രൂവിന്റെ ലാലേട്ടൻ, ദിലീപേട്ടൻ, വിനീതേട്ടൻ, ധ്യാനേട്ടൻ, ഇത്രയും വലിയ പെപ്പേന്നൊരു മൂവി ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ആ സീന് ലെങ്ത് ആയതുകൊണ്ട് കട്ടായതാണ്. അത് ഉടൻ തന്നെ യൂട്യൂബിൽ വരും. ഇത്രയും വലിയ എല്ലാ ടീമും എന്നോട് അഭിനയിക്കാൻ പറ്റി ഞാനിന്ന് ഒരുപാട് ഹാപ്പി. എല്ലാം കൊണ്ടും പടം പലരും
പ്രതിഷേധിച്ച് പടം ആരും കാണരുതെന്ന് പലരും പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു തിരിച്ചടിയാണ്. സൂപ്പർ ജനപ്രിയനായതൊരു കമ്പാക്ക്. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് മമ്മൂൻ അവിടെ ടോർച്ചർ ചെയ്തത്. ഒരു പെണ്ണിന്റെ കുറിച്ച് കാണാൻ പോയെന്ന് പറഞ്ഞിട്ട് ഈ പരിഗണന ഒരാണിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല? പടത്തേക്കാൾ കൂടുതൽ എന്റെ മൈൻഡിൽ ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത് കമ്പാക്ക് മൊമെന്റ് ആണ്. ദിലീപേട്ടന്റെ വീട്ടിലോട്ട് ക്യാമറ ഡ്രോൺ വരക്കാൻ മൊത്തമല്ലോ റിപ്പോർട്ട് എന്താ വേറെന്താ ആരും എന്റെ വീട്ടിലോട്ട് എങ്ങനെയാണോ പറഞ്ഞില്ലെങ്കിൽ മോട്ടടിച്ചാൽ ഓംപ്ലേറ്റ് ആക്കിയിട്ടു. ദിലീപേട്ടൻ ഒരു മാലിനായതുകൊണ്ട് മാത്രം. നിങ്ങൾ പടം കണ്ടോ? എന്നോട് നല്ലപോലെ കേട്ട് ദിലീപേട്ടനല്ലല്ലോ സ്ക്രിപ്റ്റ്, ദിലീപേട്ടനല്ലല്ലോ റൈറ്റേഴ്സിനെ നേരത്തെ കണ്ടിരുന്നു. ശരിക്കും പായിരുന്നു അവരവിടെ ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചു ദിലീപേട്ടൻ പറഞ്ഞിട്ടാണോ അവരിഷ്ടത്തിനാണോ ചെയ്തത്? അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? പ്രേക്ഷകനെ നിലയിൽ എനിക്ക് എന്റെ ഒപ്പീനിയനെ പറയാൻ പറ്റുള്ളൂ. അവരെഴുതി വെച്ച കാര്യങ്ങളോ അവരുടെ തീരുമാനങ്ങളോ അവരുടെ അനുമാനങ്ങളോ എനിക്ക് പറയാൻ കഴിയില്ല. അതല്ലേ ട്രൂത്ത്. അല്ലേ നല്ല സീനുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു അത് കിട്ടുന്നത്. ഇതില്ല അവരുടെ കെമിസ്ട്രി മിസ്റ്റർ ബ്രദേഴ്സ് 2020 ഒരുപാട് സിനിമകൾക്ക് ശേഷം ഇവരെ ഒരു കെമിസ്ട്രി കറക്റ്റായി വർക്കായി. പക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ക്യാമറ റോളിനൊക്കെ ക്ലൈമാക്സിൽ വേറൊരു ക്യാമറ ഉണ്ട്. അത് ആരാണെന്ന് പറഞ്ഞ സ്പോയിലർ ആയിരിക്കും. അതെന്തായാലും അത് തിയേറ്ററിൽ ഷോ കഴിവത്തിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം അത് കിട്ടും. അവര് തമ്മില് ഓക്കെയാണ്. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് സിനിമ പറയുന്ന പിന്നെ സിനിമ ഉണ്ടല്ലോ. കിടില ലാലേട്ടനും പിന്നെയുള്ള ലാലേട്ടനും ദിലീപേട്ടനും ഒരു കോമ്പോ തന്നെ വിനീതേട്ടനും ഓക്കെ കിടിലാണ്.